നമസ്തേ സി കോർണർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 5 മിനിറ്റ് ഫേസ് മാസ്ക് ആണ്. ഈ ഫേസ് മാസ്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് ചില ഏരിയാസ്, നമ്മുടെ ഫേസിന്റെ ചില ഏരിയാസിൽ കുറച്ച് ഡാർക്ക് കളേഴ്സ്, അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ. ഒട്ടുമിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഈവൻ എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലമാണ്. എനിക്ക് സ്പെഷ്യലി ഈ ഏരിയാസ്, പിന്നെ നമ്മുടെ അണ്ടർ ഐസ്, അവിടെയൊക്കെയാണ് കൂടുതലായിട്ടും പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നത്. ചില ആളുകൾക്ക് ഈ ഏരിയാസിന് പുറമെ ഇതുപോലുള്ള സൈഡില്, അതുപോലെ നമ്മുടെ നെറ്റിയില്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈ ഹൈപ്പർ പിഗ്മെന്റേഷന്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് പറ്റിയൊരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഫേസ് മാസ്ക്. ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നാരങ്ങയും തേനുമാണ്. ഹൈപ്പർ പിഗ്മെന്റേഷൻ പോകാൻ വേണ്ടി മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പിമ്പിൾസ് ഒക്കെ വന്നിട്ട് പോയ മാർക്ക്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവും, അത് മാറാനായിട്ടും ഈ ഫേസ് മാസ്ക് വളരെ നല്ലതാണ്. മുൻപേ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിന് രണ്ട് സാധനങ്ങളെ ആവശ്യമുള്ളൂ, നാരങ്ങയും തേനും. നാരങ്ങ എന്ന് പറയുന്നത് നമുക്കറിയാം, നാരങ്ങ ഒരു നാച്ചുറൽ ബ്ലീച്ച് ആണ്. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ഒരു ബ്ലീച്ച് പ്രോസസ്സിന്റെ അതേ എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഫേസ് മാസ്ക് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഫേസിൽ പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നെസ് തോന്നാനായിട്ട് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണിത്. ബ്രൈറ്റ്നെസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കളർ വെക്കും എന്നുള്ളതല്ല. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും സൺ ടാൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ മൂലമുള്ള പാടുകൾ, അതൊക്കെ മാറുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ്, പെട്ടെന്നൊരു കളർ വെച്ച പോലെ തോന്നും. ആ ഒരു രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നെസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഫേസ് മാസ്ക് തയ്യാറാക്കുന്നത്. നമ്മുടെ ഫേസ് മാസ്കിന് വേണ്ടി ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങ, അതുപോലെ തന്നെ തേൻ. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫേസ് മാസ്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് സ്പൂണാണോ ഉപയോഗിക്കുന്നത് ആ സ്പൂണിൽ 1 സ്പൂൺ നാരങ്ങ നീരെടുക്കുക. നമ്മൾ 1 സ്പൂൺ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേ സ്പൂണിൽ തന്നെ 1 സ്പൂണ് തേൻ. സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. 1 സ്പൂണ് നാരങ്ങ നീരും 1 സ്പൂണ് തേനും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ ഫേസിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഓരോ സ്പൂൺ വെച്ച് എടുത്താൽ മതിയാവും. ചിലർക്ക് സൺ ടാനൊക്കെ വന്ന് കയ്യിലൊക്കെ ഒരുപാട് സൺ ടാനൊക്കെ വന്നിട്ടുള്ളവർ കയ്യിൽ കൂടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫേസ് മാസ്ക് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫേസ് മാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഞാൻ പണ്ടൊരു തവണ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2 കൊല്ലം മുന്നെയാണ്. അപ്പം ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്ത് മാത്രം, അതായത് ഇവിടെയും ഈ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്ത് മാത്രം ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോഴാണ് കഴുകി കളയുന്നത്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കഴുകി കളഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനാണ് വ്യത്യാസം മനസ്സിലാകുന്നത്. അതായത് ഈ ഏരിയയും ഈ ഏരിയയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം, കളർ തമ്മിൽ. അതായത് ഈ നമ്മൾ ഇട്ട് കൊടുത്ത ഭാഗത്തെല്ലാം നന്നായിട്ട് വെളുത്തിരിക്കുന്നു, പക്ഷെ ബാക്കി ഇടാത്ത ഭാഗത്തെല്ലാം ഒരു ഡള്ളായ പോലെ. ഇനി നമ്മുടെ ഫേസിൽ ഒരുപാട് പിഗ്മെന്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ ഈവൻ ആയിട്ട് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എവിടെയാണോ പിഗ്മെന്റേഷൻ അധികമായിട്ടുള്ളത് അവിടെ മാത്രം കുറച്ചിങ്ങനെ എടുത്തിട്ട് ഒരു കോട്ടും കൂടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരിക്കലും പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്ത് മാത്രമാക്കി ഇത് ചെയ്യരുത്. നമ്മൾ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ് മാത്രം നമുക്ക് ഫേസിൽ വെച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകിക്കളയാം. ഫേസ് മാസ്ക് ഒക്കെ കഴുകി കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു വ്യത്യാസം മനസ്സിലാകാൻ പറ്റത്തില്ല ഇത് ചെയ്യുമ്പോൾ. പക്ഷെ ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ വ്യത്യാസം മനസ്സിലാകാൻ പറ്റും. പിന്നെ ഈ ഫേസ് പാക്ക് നമ്മളങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസമൊക്കെ ചെയ്താൽ മതിയാവും. ഇനി കുറച്ച് കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഫേസ് മാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റിൽ, അതായത് വെയിൽ കൊള്ളരുത്. കാരണം ഇതിൽ സിട്രിക് ആസിഡ് ആണല്ലോ നമ്മുടെ നാരങ്ങ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, ഈ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫലമാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ എതിരെ നമുക്ക് കിട്ടുള്ളൂ. അതായത് നമ്മുടെ ഫേസ് വല്ലാതെ അങ്ങ് കരിവാളിച്ച് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഫേസ് മാസ്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് രാത്രിയിൽ ചെയ്യുമായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് നമുക്ക് പോയി കിടക്കാവുന്നതേ ഉള്ളൂ. ഒരു കാരണവശാലും ഓവർനൈറ്റ് നമ്മുടെ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. 5 മിനിറ്റ് കഴിയുമ്പോൾ മസ്റ്റായിട്ടും കഴുകി കളഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്ക് പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തലേ ദിവസം രാത്രി ചെയ്യുവാണെങ്കിൽ ആ പിറ്റേ ദിവസം അതിന്റെ ആ ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഡ്രൈ സ്കിന്നുള്ള ആളുകൾ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഡ്രൈ സ്കിൻ ആളുകളൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ മതിയാവും. പക്ഷെ ഓയിലി സ്കിന്നുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആവുമല്ലോ. അപ്പൊ ആ ഓയിലി സ്കിന്നുള്ള ആളുകളുടെ ഫേസ് പെർഫെക്റ്റ് ആകാനായിട്ട് പറ്റിയ ഒരു ഫേസ് മാസ്ക് ആണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഫേസ് മാസ്ക് ആണ്. ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ ഇന്നത്തെ ടിപ്പ്. എല്ലാവർക്കും ഇന്നത്തെ ടിപ്പ് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ ഈസി ആയിട്ടുള്ള ടിപ്സ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു കുഞ്ഞി ബെല്ലൈക്കൺ വരുമല്ലോ, അപ്പൊ അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമുക്ക് ഓരോ തവണ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള ടിപ്പുമായിട്ട് ഞാൻ വേഗം വരാം. അതുവരെ ബൈ.